ഇതെല്ലാം പഠിച്ചു വന്ന എനിക്ക് ഒരിക്കലും കോൺഗ്രസ് അല്ലാതെ ജീവിക്കാൻ കഴിയില്ല. പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ ചിലപ്പം പോയേക്കാം, പക്ഷേ ഒരു കോൺഗ്രസ്സുകാരനായി പ്രവർത്തിക്കുന്ന സ്ഥാനമാനങ്ങളുടെ ആവശ്യമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്ക് ഭീഷണിയായി പലയിടത്തും വിമത സ്ഥാനാർത്ഥികളുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ UDFന് താരതമ്യേന റിബൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറവാണ്. എന്നാൽ മൂന്ന് തദ്ദേശ സ്ഥാപന വാർഡുകളിൽ UDFന് റിബൽ സ്ഥാനാർത്ഥി, കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥികളാണ്. അതിലൊന്ന് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലാണ്. 7-ാം വാർഡിൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നത് തിരുവമ്പാടി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ടാണ്. അവർക്ക് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ, അല്ലെങ്കിൽ ഈ മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ DCC അധ്യക്ഷൻ സമയം അനുവദിച്ചിരുന്നു. ആ സമയം ഇന്ന് അവസാനിക്കും. അങ്ങനെ പിന്മാറിയില്ലെങ്കിൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുമായിരുന്നു DCC നേതൃത്വം പറഞ്ഞത്. ഇപ്പോൾ എന്നോടൊപ്പം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജിതിൻ പല്ലാട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളോടൊപ്പം ചേരുന്നുണ്ട്. DCC അധ്യക്ഷൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. 48 മണിക്കൂറിനകത്ത് ഈ മത്സരരംഗത്ത് നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകും. പിന്മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വാർഡിൻ്റെ സമഗ്ര വികസനമാണ്. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് വന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പാർട്ടിയുടെ അടിത്തട്ടിൽ മുതൽ പ്രവർത്തിച്ച് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് അർഹപ്പെട്ട ഒരു സീറ്റ് തന്നെയായിരുന്നു ഇത്. അപ്പോഴാണ് പാർട്ടി ജില്ലാ ഘടകം അദ്ദേഹത്തെ മുകളിൽ നിന്ന് നൂലിൽ കെട്ടി ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ ഘടന അനുസരിച്ച് ഇത് വാർഡ് കമ്മിറ്റി ചേർന്ന് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയാണ് പതിവ്. അപ്പം നിലവിൽ 3 പേരുകൾ ഈ വാർഡിൽ നിന്ന് വന്നു. ഒന്ന് എൻ്റെ പേരായിരുന്നു, ഒന്ന് ഷിജു ചെമ്മനാനി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു, മറ്റൊന്ന് TJ കുര്യാച്ചൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു സീനിയർ നേതാവായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഉത്തമ്പുഴയിൽ ഒരു തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് 1-ാം വാർഡിൽ നിന്ന് 7-ാം വാർഡിലോട്ട് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം ഇവിടുത്തെ എല്ലാം സാധാരണക്കാരായ ജനങ്ങളാണ്. ഇപ്പം ചിലപ്പോൾ രാവിലെ തന്നെ ഒരു ഒപ്പിൻ്റെ ആവശ്യം ഉണ്ടാവാം. അപ്പോൾ ഒരു മെമ്പറുടെ സാന്നിധ്യം ഇവിടെ വേണം. 350 രൂപ 400 രൂപ ഓട്ടോ കൂലി മുടക്കി മുത്തമ്പുഴ പോയിട്ട് രാവിലെ ആളുകൾക്ക് ഒപ്പ് വാങ്ങാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവനം ലഭ്യമാകാത്ത വരുമ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ ചെല്ലേണ്ട ഒരു സാഹചര്യം, അപ്പോൾ പല സാഹചര്യം ആളുകൾക്ക് സാധിക്കുന്നില്ല എന്ന് ഇവിടുത്തെ ആളുകൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ കോൺഗ്രസ്സാണ്. ഞാൻ ജനിച്ചത് കോൺഗ്രസ്സാണ്, ഞാൻ മരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഞാൻ ഗാന്ധിയെ പഠിച്ചിട്ടാണ് കോൺഗ്രസ് ആയത്, ഞാൻ ആസാദിനെ പഠിച്ചിട്ടാണ് കോൺഗ്രസ് ആയത്, ഞാൻ നെഹ്റുവിനെ പഠിച്ചിട്ടാണ് കോൺഗ്രസ് ആയത്, ഞാൻ അംബേദ്കറിനെ പഠിച്ചിട്ട് തന്നെ കോൺഗ്രസ് ആയത്. അപ്പോൾ ആ ചെറുപ്പകാലം മുതൽ 12-ാമത്തെ വയസ്സിൽ മുതൽ ഈ പാർട്ടിയുടെ അടിത്തട്ടിൽ മുതൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വന്ന എനിക്ക് ഒരിക്കലും കോൺഗ്രസ് അല്ലാതെ ജീവിക്കാൻ കഴിയില്ല. പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ ചിലപ്പം പോയേക്കാം, പക്ഷേ ഒരു കോൺഗ്രസ്സുകാരനായി പ്രവർത്തിക്കുന്ന സ്ഥാനമാനങ്ങളുടെ ആവശ്യമില്ല. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് അവരിലൊരാളായി മാറിക്കൊണ്ട് വരുന്ന 13-ാം തീയതി ഡിസംബർ 13-ന് വിജയിച്ച് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്തേക്ക് എനിക്ക് ഈ പുന്നക്കലിൻ്റെ ജനപ്രതിനിധിയായി ചെല്ലാൻ സാധിക്കുമെന്ന് 100% ശുഭാപ്തി വിശ്വാസമുണ്ട്. കൊന്നക്കലാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി. അദ്ദേഹം മണ്ഡലം ഭാരവാഹിയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ്സുകാരനായ ഒരാൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കല്ലേ ശരിക്കും വേണ്ടത്? അത് തത്വത്തിൽ ഞാൻ പറയാം, ഇതൊരു ജില്ലാ പഞ്ചായത്ത് സീറ്റോ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റാണെങ്കിൽ ഞാൻ പാർട്ടി പറഞ്ഞത് 100% അംഗീകരിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ നൂലിൽ കെട്ടിയിറക്കുമ്പോൾ ഇത് പ്രാദേശിക ഘടകം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ താഴെത്തട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ പാർട്ടിയുടെ ഘടകം താഴെത്തട്ടിൽ ആഗ്രഹിക്കുന്നത് വാടിയിൽ നിന്ന് ഒരാളാണ് ആവശ്യം. ഞാൻ സ്നേഹിച്ച് ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത കൈപ്പത്തി നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്ന് നോക്കാം. ഇത്ര ഇരിപ്പുണ്ട് അവിടെ കൊടികൾ. അതൊന്നും ഞാൻ ഒരിക്കലും മറക്കാൻ എനിക്ക് കഴിയില്ല. അതിനെ തൽക്കാലം ഒരു 10 ദിവസത്തേക്ക് മാറ്റി നിർത്തി ആ കൊടിയെ സംരക്ഷിക്കുക, കോൺഗ്രസിനെ സംരക്ഷിക്കുക, കൈപ്പത്തിയെ സംരക്ഷിക്കുക. അപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ എല്ലാവരും ഇത് മുറി കൂടുന്ന കോൺഗ്രസ്സുകാരാണ്. ഇത് 100% ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ വിജയിച്ച ഒരു സീറ്റാണ് ഇത്. അവിടോട്ടാണ് ഈ പരിപാടി അവർ ഒപ്പിച്ചു വെച്ചത്. തീർച്ചയായിട്ടും അവരത് തിരുത്തും. കോൺഗ്രസിൻ്റെ ബാക്കി 18 വാർഡിലും UDFൻ്റെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് ശക്തമായ നേതൃത്വത്തിന് അവർ പിന്തുണ കൊടുക്കും. ഞാൻ ശക്തമായി അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കും. എല്ലാവിധ പിന്തുണയും മറ്റ് UDFൻ്റെ നേതാക്കന്മാർക്കും മത്സരിക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും തീരുമാനമെടുത്താണ്. ഈ ഒരു വാർഡിൽ മാത്രം ഈ കെട്ടിയിറക്കുന്ന ആളെ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. പാർട്ടി നടപടി വന്നാലും പിന്മാറില്ല. നടപടി എടുത്താൽ പോലും കോൺഗ്രസ്സുകാരനായി തുടരും. അതായത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പാർട്ടി നടപടി വന്നാലും ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ജീവിക്കാൻ ഞാൻ ആസാദ് മുതൽ ഉൾപ്പെടെയുള്ള ഗാന്ധി ഉൾപ്പെടെയുള്ള നമ്മൾ പഠിച്ചു വന്ന ആളാണ്. ഒരിക്കലും നമ്മൾ ഈ പാർട്ടി വിട്ടു പോവുകയോ ഇവിടെ ഒരു പ്രവർത്തകനായി ഇവിടെ നിലകൊള്ളും. എന്തായാലും ഈ പാർട്ടി നടപടി സ്വീകരിച്ചാലും പാർട്ടി വിട്ടു പോവില്ല, കോൺഗ്രസിനെ ഉപേക്ഷിക്കില്ല, കോൺഗ്രസ്സുകാരനായി തുടരുമെന്നാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ കോൺഗ്രസിൻ്റെ വിമത സ്ഥാനാർത്ഥി പറയുന്നത്. ക്യാമറ പേഴ്സൺ ജിജീഷ് മോങ്ങത്തിനോടൊപ്പം ഷബീർ ഒമർ, മീഡിയ 1 കോഴിക്കോട്.